നിനക്ക് ഇപ്പോഴും ഒഴിഞ്ഞു മാറാൻ അറിയാൻ പാടില്ല. എടാ നമ്മളിങ്ങനെ നിൽക്കുവാന്നിരിക്കട്ടെ, നമ്മുടെ തലയ്ക്ക് നേരെ ഒരു അടി വരുവാണെങ്കിൽ ഇടത് മാറി വലതൊഴിഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടങ്ങ് കുനിഞ്ഞേക്കണം. അടി പോണ വഴി കാണില്ല. ഓഹോ, അതാണോ നീ ഇടത് മാറി വലതൊഴിഞ്ഞ് സതീശൻ മാഷിന്റെ മതിൽ ചാടി ഓടിയത്? അത് ഞാൻ ഓടിയതല്ല, ഞാൻ ഒരുത്തിനെ ഇട്ട് ഓടിച്ചതാ. മുന്നിൽ പോകുന്നവനെ ആളുകൾ കണ്ടില്ല, പുറകെ വരുന്ന എന്നെ കാണുകയും ചെയ്തു. അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞല്ലേ. അല്ല കുഞ്ഞാപ്പൂ, നമ്മളെ എന്തിനാ ഒരു തല്ലിയത്? അതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. അത് അവരടുത്ത പ്രാവശ്യം തല്ലാൻ വരട്ടെ, ഞാൻ അപ്പ ചോദിക്കാം. ഫാത്തിമായി മറ്റേ കൊച്ചു. വേണ്ട കുഞ്ഞാപ്പൂ, കിടന്നു. നിങ്ങളെന്താ ഇവിടെ? ഇവളുടെ ഒരു ബന്ധുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, തലക്കടി കിട്ടിയാണോ? അല്ല, മിനിഞ്ഞാന്ന് എന്റെ ജീപ്പ് ഒന്ന് സ്ലിപ്പായേ, മരത്തിലിടിച്ച്. കുഴപ്പമൊന്നുമില്ല, നാളെ ജീപ്പ് സ്ലിപ്പായോ? അത് ഞാൻ അറിഞ്ഞില്ല. അത് ചന്ദ്ര സ്ലിപ്പായില്ലേ? ശരിയായിരുന്നു, സ്ലിപ്പായി. ചന്ദ്ര, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ഓഫ് കോഴ്സ്. എന്താ പറഞ്ഞോളൂ. എനിക്കൊരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങി തരുമോ? ഫുൾ ആണോ പൈൻ്റ് ആണോ? അല്ല സോറി, വലിയ കുപ്പിയാണോ ചെറിയ കുപ്പിയാണോ? വലിയ കുപ്പി. ആയിക്കോട്ടെ, ശരി എന്നാ. എന്നിട്ട് ബന്ധുവിന് എങ്ങനെയുണ്ട്? കുഞ്ഞാപ്പൂന് എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തെ ഓട്ടം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. ഹോസ്പിറ്റലിലേക്ക് ധാരാളം കാശ് ആവശ്യമുണ്ടാവില്ലേ? അയ്യോ, നിങ്ങള് വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇതെന്താ ഇത്? കുഞ്ഞാപ്പൂനെ അടിക്കാൻ ആളെ വിട്ടത് എൻ്റെ അമ്മാവനും അമ്മാവന്റെ മകനുമാ. പടച്ചോനെ, എന്തിന്? എനിക്ക് അവരെ അറിയില്ലല്ലോ. ഞാൻ അവരോട് എന്ത് തെറ്റാ ചെയ്തത്? അവരൊക്കെ ആരാ? കുഞ്ഞാപ്പൂ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതല്ലേ ഈ വിവരം അറിഞ്ഞ ഉടനെ ഓള് വന്ന് മാപ്പ് പറയുന്നത്. അല്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ. അതിപ്പോ ശരിയോ തെറ്റോ ആയിക്കോട്ടെ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോ അതിന് രക്ഷപ്പെടാൻ ഞാനൊരു കള്ളം പറഞ്ഞു. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാളുമായിട്ട് പ്രേമത്തിലാണെന്നും. അതാരാണെന്ന് വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാ കുഞ്ഞാപ്പൂ ഒന്ന് ഹോസ്റ്റലിൽ വന്നത്. ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൽ ആരോ വീട്ടിലേക്ക് വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചു കുഞ്ഞാപ്പൂ ഞാനും പ്രേമത്തിലാണെന്ന്. പിന്നെ അവരൊന്നും നോക്കിയില്ല, എന്നെ എടുത്തിട്ട് ഇടിച്ചു. എന്റെ ചെങ്ങായിമാരും അറിയണ്ട, അവരടിച്ചവരെ അന്വേഷിച്ച് നടക്കുക. അവരറിഞ്ഞാലേ നിങ്ങൾക്കിട്ടും കിട്ടുപിടി. കുഞ്ഞാപ്പൂ ഈ പണം വാങ്ങിയാ എനിക്ക് സമാധാനത്തോടെ പോവായിരുന്നു. ഇത് എത്ര റുപ്യ ഉണ്ട്? 10,000. അയ്യോ, അതുപോരാ. ഒരു 50,000 റുപ്യ 35 പൈസ റെഡി ഞാൻ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ മുതലാകത്തില്ല കുട്ടിയെ. ഈ 10,000 എന്നൊക്കെ പറയുന്നത് എന്നെ പോലുള്ളവർക്ക് ഒരു വലിയ തുകയാണ്. പക്ഷെ വിയർപ്പൊഴുക്കാത്ത, അർഹതയില്ലാത്ത ഒരു ചില്ലി കാശ് ഞാൻ വാങ്ങിക്കത്തില്ല. പിന്നെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണേ ഇനിയും എന്റെ പേര് തന്നെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ കാശ് വാങ്ങിച്ചോളാം. അങ്ങനെ അവരിടിക്കുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, അവരിടിക്കുന്നു. എന്തേ? സോറി. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ കുട്ടി. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സഹായം ചെയ്യാൻ പറ്റൂ. പിന്നെ റസിയായും ഹാജിയാരുടെ മകനായിട്ടുള്ള വളയിടല് കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ പോയാലേ ഉച്ചയ്ക്ക് ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറാൻ പറ്റൂ. ആ, ശരി എന്നാ. ശരി. നേരത്തെ അറിയായിരുന്നെങ്കിൽ നിനക്ക് പറയായിരുന്നില്ലേ? അതെങ്ങനെയാ? പറഞ്ഞ മനസ്സിലാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാനാ ശശി. നീ എവിടുന്നാ? ഞാൻ മലപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. കുട്ടികൾ പറഞ്ഞത് ശരിയാ. സുനന്ദ ഇപ്പൊ ഇവിടെ വന്നവനെ കണ്ടു, ആ മുസ്ലിം ചെക്കനെ. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് ഉറപ്പാണോ? അതെ, അവർ കുറച്ചേരം സംസാരിച്ചു. നീ ഇങ്ങോട്ട് പോന്നോളൂ, ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. ഗോമതി, സുനന്ദ എവിടെ പോവാണെന്നും പറഞ്ഞാ പോയത്? ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റൽ നമ്പർ നീ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ? വിളിച്ചു നോക്ക്. എൻ്റെ മോനൊരു പുണ്യാത്മാവാണെന്ന് ഞാൻ പറയുന്നില്ല. അവന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. തിരുത്താൻ അവസരം കൊടുത്താൽ നന്നാകും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വിളിക്ക്. ഇതാ കുഞ്ഞാപ്പൂ. ഞാൻ കരുണാകരൻ എഴുത്തച്ഛൻ. നമസ്കാരം സാർ. നിങ്ങളെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നു. കാണാൻ സാധിച്ചപ്പോഴാ. എഴുത്തച്ഛൻ സാറ് അങ്ങനെ ആരും കാണാൻ പോകാറില്ല. ഇന്നിപ്പോ മാറ്റർ അത്രയ്ക്ക് സീരിയസ് ആയതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞാപ്പന് ബുദ്ധിമുട്ടായോ? ഇല്ല സാർ, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതൊരു ചെങ്ങായി ഏൽപ്പിച്ച് വിട്ടു.
ആ ഞാനും പല കാര്യങ്ങളും പലരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. CI സാർ പറഞ്ഞ പോലെ മാറ്റർ സീരിയസ് ആണല്ലോ. ഞാൻ എന്തിനാണ് വന്നതെന്നും എന്താണ് പറയാൻ പോകുന്നതെന്നും കുഞ്ഞാപ്പനറിയാം. എനിക്ക് കാര്യങ്ങൾ ഇപ്പോഴും വെടിപ്പോടെ മനസ്സിലായിട്ടില്ല സർ. നമ്മൾ തമ്മിൽ ഒരിക്കൽ മതിയെടാ. പരിചയപ്പെട്ടിട്ട് നിന്റെ ലോക്കപ്പ് കയറ്റി കാര്യം മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഈ വലിയ മനുഷ്യൻ പറഞ്ഞുകൊണ്ടാ ഞാനത് ഒഴിവാക്കിയത്. ഛേ, എന്താണ് സാർ കാര്യങ്ങൾ ക്ഷമയോടെയും സമാധാനത്തോടെയും പറഞ്ഞാൽ കുഞ്ഞാപ്പന് മനസ്സിലാവും. കുഞ്ഞാപ്പു, ഞാൻ സുനന്ദയുടെ അമ്മാവനാണ്. ഇനി സുനന്ദയെ അറിയാൻ പാടില്ലെന്ന് കുഞ്ഞാപ്പു പറഞ്ഞു കളയോ? സുനന്ദയെ എനിക്കറിയാം സാർ. ഞങ്ങൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എത്ര വട്ടം കണ്ടു സംസാരിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി കാണരുത്, സംസാരിക്കരുത്. അതിന് പ്രതിഫലമായി കുഞ്ഞാപ്പൻ എന്ത് വേണം, എന്തും തരാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1 വർഷമായിട്ട് ഞങ്ങൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നു, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അറിയാൻ കഴിഞ്ഞത് അവളും കുഞ്ഞപ്പമായിട്ട് ഇപ്പോൾ അടുപ്പത്തിലാണെന്ന്. ഇത് അവൾ തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടി ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞു കാണില്ല. ഒരു പ്രേമമുണ്ട് എന്ന് പറഞ്ഞു കാണും. അത് ഞാനാണെന്ന് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. കുഞ്ഞാപ്പു, പ്രായത്തിൻ്റെ എടുത്തിയാട്ടത്തിൽ അവക്കും കുഞ്ഞാപ്പൂനും അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നി. കാശും മുതലുള്ള വീട്ടിലെ പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാപ്പൂനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ. ആദ്യം ആ കുട്ടിയോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായി കുഞ്ഞാപ്പു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത്യാവശ്യ സമയങ്ങളിൽ ചില്ലറ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരാളായിട്ട് കുഞ്ഞാപ്പു സുനന്ദയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടത്തില് അങ്ങനെ സക്കാത്തിന് സാമ്പത്തിക സഹായം ആരുടെ കയ്യിൽ നിന്നും പറ്റാറില്ല, പറ്റിയിട്ടുമില്ല. പിന്നെ എൻ്റെ മരുമോളുമായിട്ട് താൻ അടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? വിവാഹം കഴിച്ച് ജീവിക്കാമെന്നോ? അങ്ങനെ വല്ലതും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ടീനേജ് കാലം വളരെ അപകടം പിടിച്ച ഒരു കാലമാണ്. അപ്പോൾ ഇത്ര സ്മാർട്ട്നെസ്സും തന്നോടൊക്കെ കണ്ട പെൺകുട്ടികൾ വീണുപോകും. പ്രേമിക്കുന്നതിന് ചെറ്റയാണെങ്കിലും ചെരുപ്പൂത്തിയാണെങ്കിലും അത്ര ഒരു അബദ്ധം ഞങ്ങളുടെ കുട്ടിക്ക് പറ്റിപ്പോയി. അതിന് പരിഹാരമായി എത്ര 1000 അല്ലെങ്കിൽ ലക്ഷം എത്ര വേണമെന്ന് കുഞ്ഞാപ്പു തന്നെ പറഞ്ഞോളൂ. സാറേ, എൻ്റെ കുടിയിലുണ്ട് 3 പെൺപിള്ളേർ. അതിൽ 2 പേരെ നിക്കാഹ് കഴിപ്പിച്ച് വിടുകയും ചെയ്തു. പെൺപിള്ളേരെ പറ്റി ഇത്ര ഒരു വർത്താനം കേട്ടാ കുടിയിലിരിക്കുന്ന ഒരു ബേജാറാവും. അത് കാശുള്ളവൻ്റെ വീട്ടിലാണെങ്കിലും കാശില്ലാത്തവൻ്റെ വീട്ടിലാണെങ്കിലും. അത്തരമൊരു ബേജാറിന്റെ പേരിലാണ് സാർ ഇപ്പം എന്നോട് മോശമായിട്ട് സംസാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഭാഷയിൽ ഞാനും മറുപടി തന്നെ. നീ ആരോടാ സംസാരിക്കുന്നറിയോ? വേണ്ട, ആ ഐറ്റം കുഞ്ഞാപ്പൂനോട് വേണ്ട. കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും പ്രതിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നു, ഞാൻ അതിന് മറുപടി പറയുന്നു. അതിനിടയ്ക്കറി മസിൽ കാണിച്ച് വരട്ടല്ലേ, കുഞ്ഞാപ്പ് വരളത്തില്ല. നിർത്തടാ, ഇത് പോലീസ് സ്റ്റേഷനാ. നിന്നെ CI സാർ, അയാൾ പറയട്ടെ, പറഞ്ഞോളൂ. വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, പ്രാരാബ്ധമാണ്, അതുകൊണ്ട് പറഞ്ഞോളൂ. ശരിയാണ് സാർ, പ്രാരാബ്ധമാണ്. പക്ഷെ ആ പ്രാരാബ്ധത്തിന്റെ പേരും പറഞ്ഞ് കാശുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാതെ കൈനീട്ടി വാങ്ങിക്കുന്ന സാറുമാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. സാറേ, എനിക്കുണ്ട് 2 കൈ. ഒരു കാര്യവുമില്ലാതെ എൻ്റെ ദേഹത്ത് വെച്ചിരിക്കുന്ന ഈ കൈ അങ്ങോട്ട് എടുത്തേ. എടുത്തില്ലെങ്കിൽ സാർ വിടാൻ. സാറിന്റെ അനുഗ്രഹങ്ങളും ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇത് സത്യമാണ്. പടച്ചോനാണ് സത്യം. 5 നേരം നിസ്കരിക്കുന്ന ഞാൻ പടച്ചോന്റെ പേരിൽ കള്ളസത്യം ചെയ്യില്ല. ഇനി നിങ്ങളുടെ കുട്ടിയും ഞാനും തമ്മിൽ ഈ പറയുന്ന പോലെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേനെ. പക്ഷെ അങ്ങനെയില്ല. അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഇരുട്ടുവാക്കി കൂലിത്തല്ലുകാരുമായിട്ട് വന്ന് പിന്നിന്ന് തല്ലി അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചു. ഇന്ന് ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ സാറുമാരെല്ലാവരും കൂടെ ഇവിടെ വിളിച്ചു വരുത്തി പള്ളു പറഞ്ഞു, അതും ഞാൻ ക്ഷമിച്ചു. പക്ഷെ മനുഷ്യന്മാരല്ലേ സാർ, എപ്പോഴും എല്ലാത്തിനും ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ വരട്ടെ. ഇനി ഇവിടെ നിന്നാ നമുക്ക് എല്ലാവർക്കും കേടാ. സത്യമാണോടാ നീ പറഞ്ഞത്? നിനക്ക് ആ പെൺകുട്ടിയായിട്ട് പ്രേമമില്ലല്ലേ? ഉണ്മയാണല്ലേടാ. വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടി സാറിന്റെ ചന്തു എന്ന കഥാപാത്രത്തിന് ഉണ്ണിയാർച്ചയോട് പ്രേമം. പക്ഷെ ഉണ്ണിയാർച്ചയ്ക്ക് തിരിച്ചിങ്ങോട്ട് പ്രേമമില്ല. ഒരു വ്യത്യാസമുണ്ട് സാർ. എന്ത് വ്യത്യാസം? അതായത് ഈ ചന്തുവിന്റെ കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ അതൊന്നുമില്ല. അതെ, അത് നമുക്കിട്ട് ഊതിയിട്ട് പോയതാണല്ലോ.